ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ആഗ്രഹമുള്ളത് നമ്മുടെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി, നമുക്ക് പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ആദ്യം നിയമസഭയിൽ എത്തണം എന്നുള്ളതാണ്. എൻ്റെയും ആഗ്രഹം അങ്ങനെ തന്നെയാണ്. എൻ്റെ മണ്ഡലത്തിൽ എനിക്ക് പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ആദ്യം നിയമസഭയിൽ എത്തണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടി നിയമസഭയിൽ എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സഖാവാണ്. ആ സഖാവിനെ പറ്റിയിട്ട് ഇദ്ദേഹം പറയണമെന്ന് നമുക്ക് കണ്ടു നോക്കാം. നമസ്കാരം സുഹൃത്തുക്കളെ. സഖാവ് കുഞ്ഞികൃഷ്ണൻ അറിയില്ലേ? പയ്യന്നൂരിലെ പാർട്ടി സഖാക്കൾ, പാർട്ടിയിലെ മൂത്ത സഖാക്കൾ രക്തസാക്ഷി ഫണ്ട് അടിച്ചു മാറ്റിയപ്പോൾ അതിനെതിരെ പ്രതികരിച്ചപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തു വരേണ്ടി വന്ന സഖാവ് കുഞ്ഞികൃഷ്ണനെ ഇപ്പോൾ ആ കുഞ്ഞികൃഷ്ണൻ ആ പയ്യന്നൂരിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുകയാണ്. ആ സാധു മനുഷ്യനെ നിലം തൊടിയിക്കുന്നില്ല CPM സഖാക്കൾ, നിലം തൊടിയിക്കുന്നില്ല. അദ്ദേഹം ഒരു താൽക്കാലിക ഓഫീസ് ഇട്ട് കഴിഞ്ഞപ്പോൾ മറ്റൊരാളുടെ പറമ്പിലാണ്, അയാളോട് അനുമതി ചോദിച്ചിട്ടാണ് ഓഫീസ് ഇട്ടത്. പക്ഷേ ആ സ്ഥലമുടമയെ ചെന്ന് ഇവർ ഭീഷണിപ്പെടുത്തി, CPM സഖാക്കളിൽ നിന്ന് ഭീഷണിപ്പെടുത്തി അദ്ദേഹം ഈ കുഞ്ഞികൃഷ്ണനോട് പറഞ്ഞിരിക്കുന്നത് അത് പൊളിച്ചു മാറ്റണമെന്ന്. ഒരു ചുമരെഴുത്തിന് സമ്മതിപ്പിക്കില്ല. അങ്ങനെ ഇദ്ദേഹത്തിനെ ഈ കുഞ്ഞികൃഷ്ണനെ നിലം തൊടിയിക്കുന്നില്ല. അസാധു മനുഷ്യൻ, അത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം അതൊരു സാധു മനുഷ്യനാണെന്ന്. ഇവരൊക്കെ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വിജയത്തിനുള്ള കാര്യമാണ് കേട്ടോ. എന്നാലും ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ടോ? ഒരു മത്സരമാണ് ആത്യന്തികമായിട്ട്, ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ പരാജയം. നേർക്ക് നിൽക്കുന്ന ആളെ ഉന്മൂലനാശനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസം അല്ല. കമ്മ്യൂണിസത്തിൻ്റെ പേരിൽ നടക്കുന്ന കാടത്തമാണ്. TP ചന്ദ്രശേഖരൻ അങ്ങനൊരു കാടത്തത്തിന് ഇരയായ വക്താവാണ്. അപ്പോൾ എന്തൊരു കഷ്ടമാണ്. ആ സാധു മനുഷ്യനെ ഇവർ ഭൂമിയിൽ നിർത്തുന്നില്ല. പ്രചരണത്തിന് എന്തെങ്കിലും ചെയ്യണ്ടേ, ആ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വധഭീഷണി. ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ സഖാവ് വി കുഞ്ഞികൃഷ്ണൻ പാർട്ടി രക്തസാക്ഷി ഫണ്ട് മുക്കിയ ആളുകൾക്കെതിരെ ശക്തമായിട്ട് നടപടി ആവശ്യപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കിയിട്ട് ഈ രക്തസാക്ഷി ഫണ്ട് മുക്കിയ ആളുകളെ സംരക്ഷിച്ച പാർട്ടിയാണ് CPM. ആ പാർട്ടിക്കെതിരെയാണ് സഖാവ് കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുന്നത്. രക്തസാക്ഷി ഫണ്ട് വരെ മുക്കിയിട്ട് പാർട്ടിയെ വഞ്ചിച്ചിട്ടുള്ള ഈ ആളുകളെ പരാജയപ്പെടുത്തിക്കൊണ്ട് സഖാവ് വി കുഞ്ഞികൃഷ്ണനെ നിങ്ങൾ നിയമസഭയിലേക്ക് എത്തിക്കണമെന്ന് പയ്യന്നൂരിലെ ജനാധിപത്യ വിശ്വാസികളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.